ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങു, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ, അങ്ങെൻ്റെ വിദ്യാധനമങ്ങു തന്നെ, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 2ാമത്തെ ചാപ്റ്റർ സാഖ്യയോഗം. അതിലിനി നമ്മൾക്ക് 13ാമത്തെ ശ്ലോകമാണ് ചെല്ലുന്നത്. ദേഹിനോസ്മിൻ യഥാ ദേഹി കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. ബാല്യം യുവത്വം വാർദ്ധക്യം മേളിക്കും പോലെ ദേഹിയിൽ ദേഹാന്തരങ്ങൾ വന്നിടും മോഹിക്കാവീരരാരുമേ. ഈ ശ്ലോകത്തിൽ പറയുന്നത് നമ്മളുടെ ഈ ദേഹത്തിൽ പല സ്റ്റേജസ് ഉണ്ടല്ലോ. കൗമാരം, യൗവനം, അവസാനം ജര, ഇതെല്ലാം വന്ന് എങ്ങനെയാണോ വരുന്നത് അതേപോലത്തെ ഒരവസ്ഥ തന്നെയാണ് ഈ ദേഹാന്തര പ്രാപ്തി, മറ്റൊരു ദേഹത്തെ പ്രാപിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ജീവൻ മറ്റൊരു ദേഹത്തെ പ്രാപിക്കുന്നത് അതുപോലെ തന്നെയാണ്. അതിനെക്കുറിച്ച് ബുദ്ധിമാന്മാർ, അതായത് പാണ്ഡിത്യമുള്ളവരാരും ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടാറില്ല എന്നാണ് തത്വം ഇതിൻ്റെ. ദേഹിക്ക് എന്നാണ് പറയുന്നത്. ദേഹാഭിമാനിയായ ജീവന് ഇപ്പം നമ്മുടെ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൗമാരം, യൗവനം, ജര എന്നീ അവസ്ഥകൾ സംഭവിക്കുന്ന പോലെ തന്നെ അടുത്ത ഒരു അവസ്ഥ എന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് സംഭവിക്കുന്നതാണ് ദേഹാന്തര പ്രാപ്തി. അപ്പോൾ നമ്മുടെ ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ചേർന്നതാണ്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഈ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, ആ മജ്ജ, മാംസം, അസ്ഥി ഇതൊക്കെ കൂടിയതാണ് സ്ഥൂല ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളാണ്. ചിന്തകൾ, കർമ്മവാസനകൾ, വികാരങ്ങൾ, ബുദ്ധി, ഇതെല്ലാം സൂക്ഷ്മ ശരീരത്തിൽ വരും. ഇനി കാരണശരീരം എന്ന് പറയുന്നത് നമ്മളുടെ സുഷുപ്തി, അതായത് നമ്മൾ ഉറങ്ങുന്ന ഒരവസ്ഥയിൽ ഉള്ള ഒരു ഇരുട്ടാണല്ലോ. നമ്മൾ ഉറങ്ങുമ്പോൾ, കണ്ണടച്ചുറങ്ങുമ്പോൾ ഒരു ഇരുട്ടാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്, അതായത് ഒരു ഇരുട്ടാണ്. അതിനെയാണ് കാരണശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടിയിട്ട് ഒരു ബന്ധനം പോലെ ഒരു കെട്ടിയിട്ടിരിക്കുകയാണ് ജീവനെ. അപ്പോൾ അതുകൊണ്ട് അനങ്ങാൻ പറ്റില്ല എന്നുള്ള മാതിരി അതിനനുസരിച്ച്, ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥൂല ശരീരമില്ല. പക്ഷെ മറ്റു 2 ശരീരങ്ങളും, കാരണശരീരവും സൂക്ഷ്മ ശരീരവും, അതിൽ ഈ ജീവൻ സ്തുതി ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ മാതിരി എല്ലാതും എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഞാനെങ്ങനെ ബന്ധുക്കളെ കൊല്ലും എന്നുള്ളത് നീ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പം നമ്മളുടെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ജനനം, അത് കഴിഞ്ഞ് നമ്മുടെ നിലനിൽപ്പ്, അത് കഴിഞ്ഞ് വളർച്ച, അത് കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് മാറ്റങ്ങൾ, പരിണാമം, പിന്നെ നമ്മൾ ക്ഷയിക്കൽ, അവസാനം നശിക്കൽ. ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ. അപ്പോൾ ഈ ശരീരത്തിലെ ഈ മാറ്റങ്ങളിൽ നീ ഇപ്പോൾ നമ്മൾ ജനിക്കുന്നു. ജനിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ 1 വയസ്സുള്ള കുട്ടിയല്ലല്ലോ, 10 വയസ്സുള്ള കുട്ടി. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരു 20 വയസ്സുള്ള ആൾ അങ്ങനെയല്ല. പിന്നെ ഒരു കുറച്ചും കൂടെ മിഡിൽ ഏജ് 30, 35, 40 വയസ്സുള്ള ആൾ അതുപോലെയല്ല. ഈ മാറ്റങ്ങളൊക്കെ നിന്നിൽ വരുന്നുണ്ടല്ലോ. എന്നിട്ട് അതിലൊക്കെ നീ ദുഃഖിക്കാറുണ്ടോ എന്നാണ് ചോദിക്കണം. അപ്പോൾ ഇതിലൊന്നും ദുഃഖിക്കാത്ത ആൾ ഈ ദേഹാന്തര പ്രാപ്തി, അതായത് മരിച്ചു കഴിഞ്ഞിട്ട് അതൊരു മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നതിനെ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത്? അത് ഓർത്തിട്ട് എന്തിനാണ് വിഷമിക്കുന്നത്? ഇതുപോലെയുള്ള ഒരു മാറ്റം തന്നെയാണത്. നീ ഒരു ധീരനാണല്ലോ. ഈ ധീരന്മാർ ഇക്കാര്യം, അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ യാതൊരു പരിഭ്രമവും കാണിക്കാറില്ല. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, പരിഭ്രമിക്കേണ്ട എന്നുള്ള ഉപദേശമാണ് കൃഷ്ണൻ അർജുനന് കൊടുക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം 14ാമത്തെ ശ്ലോകം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദ ആഗമാപായിനോ നിത്യാസ്താം തിദിക്ഷസ ഭാരത. തിദിക്ഷസ ഭാരത. ആഗമാപായിനഃ അനിത്യാഃ. ഹേ ഭാരത, അവയെ തിദീക്ഷസ, നീ സഹിക്കണം.
അതായത് ഹേ കുന്തിപുത്ര, ഹേ കൗന്ദേയ എന്നാണ് വിളിക്കുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് മറ്റു വസ്തുക്കളുമായിട്ടുള്ള ബന്ധം ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവ ഉണ്ടാക്കുന്നു. ഇതെല്ലാം അസ്ഥിരങ്ങളാണ്. അപ്പോൾ അവയെ നീ ധൈര്യപൂർവ്വം നേരിടണം എന്നാണ് ഇപ്പോൾ ഉപദേശിക്കുന്നത്. നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ഇപ്പോൾ കണ്ണാണെങ്കിൽ നമ്മൾക്ക് കാണുന്നത് ഒരു പരിധി വരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ശബ്ദമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് വളരെ സ്ലോ സൗണ്ട് പിന്നെ കേൾക്കാൻ പറ്റില്ല. അൾട്രാസോണിക് ഇൻഫ്രാസോണിക് കേൾക്കാൻ പറ്റില്ല, അൾട്രാസോണിക് കേൾക്കാൻ പറ്റില്ല. ഇൻ ബിറ്റ്വീൻ ഓഡിയോ സൗണ്ടാണ് നമുക്ക് കേൾക്കുന്നത്. അതേപോലെ തന്നെ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ ഈ വസ്തുക്കളെ കാണാൻ നമ്മൾക്ക് കണ്ണുണ്ട്, കേൾക്കാൻ നമ്മളുടെ ചെവികൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ശീതം, തണുപ്പ് വരാം, ഉഷ്ണം വരാം, സുഖം വരാം, ദുഃഖം വരാം. ഇതെല്ലാം അസ്ഥിരങ്ങളാണ്. അതിനെപ്പറ്റി നീ ചിന്തിക്കേണ്ട. അതെല്ലാം മാറി മാറി വരും. ഇപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല ഉഷ്ണം വന്നാൽ, ഈ വർഷം അത്ര ഉഷ്ണം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സൂര്യതാപമൊക്കെ ഏൽക്കാറുണ്ടല്ലോ, നല്ല ഉഷ്ണമായിരിക്കും വെയിലുണ്ടാവുക. അങ്ങനെ ഉഷ്ണം വരുമ്പോൾ നമ്മൾ അയ്യോ എന്തൊരു ഉഷ്ണമാണ് ഭഗവാനെ, സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വിഷമിക്കും. ഇനി മഴ വന്നാലോ, ഒരു 4 ദിവസം അടുപ്പിച്ച് കണ്ടിന്യൂസ്ലി മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു നശിച്ച മഴ, അപ്പോൾ നശിച്ച മഴ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതൊക്കെ പ്രകൃതി നിയമമാണ്. മഴ പെയ്യേണ്ട കാലത്ത് മഴ പെയ്യും, വേനൽ വരേണ്ട കാലത്ത് വേനൽ വരും, തണുപ്പ് വരേണ്ട കാലത്ത് തണുപ്പുണ്ടാവും. ഇതൊന്നും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ അല്ല. അപ്പോൾ അതിനെ നമ്മൾക്ക് ഇല്ലാണ്ട് വെക്കാൻ ഒരിക്കലും പറ്റില്ല. നമ്മളതിനെ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. തണുപ്പ് കാലത്ത് എന്താ വേണ്ടത് വെച്ചാൽ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. വേനൽക്കാലം വന്നാലും അതുപോലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ രക്ഷിക്കാനേ പറ്റുള്ളൂ, പ്രൊട്ടക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ ഈ അവസ്ഥകളൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അയ്യോ മഴ, അയ്യോ വെയിലെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ കൃഷിക്കാർക്കൊക്കെ ചിലപ്പോൾ അത് അത്യാവശ്യമായിരിക്കും. ആ കൃഷിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതിനെല്ലാം നമ്മളും ആശ്രയിക്കുന്നുണ്ടല്ലോ. വേറൊരു പ്രകൃതിയിൽ സംഭവിക്കുന്ന, നമ്മളെന്നും ഉദാഹരണം പറയുന്ന ഒരു കാര്യമാണ്, രാവിലെ എന്നും സൂര്യൻ ഉദിക്കുന്നു, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു. അതേപോലെ തന്നെ ജനങ്ങൾ ജനിക്കുന്നു. ഒരു ജനനം ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് മരണവും നടക്കും. അപ്പോൾ എന്ത് വന്നാലും, ഇപ്പോൾ പ്രളയം വരാം, അങ്ങേയറ്റത്തെ വരൾച്ച വരാം, ഇതെന്ത് വന്നാലും അത് നമ്മൾ അഭിമുഖീകരിക്കുക തന്നെ വേണം. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചിന്ത, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള നിൻ്റെ ദുഃഖം വെറുതെയാണ് എന്നാണ് പറഞ്ഞത്. മലയാളം പദ്യം: ശീതമുഷ്ണം സുഖം ദുഃഖം ഏതും തെല്ലൊന്നു നേരമാം, വന്നും പോയും ഇരിക്കുന്നതിന്നു നന്നായി സഹിക്കുക. 15ാമത്തെ ശ്ലോകം: യം ഹി ന വ്യഥയന്ത്യേതി പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ഹേ പുരുഷർഷഭ എന്നാണ് വിളിക്കുന്നത്. പുരുഷശ്രേഷ്ഠനായ അർജുന, അർജുനനോട് പറയാണ്, ഇതിനെപ്പറ്റി നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധിമാനായിട്ടുള്ള ആൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാം സമദുഃഖം, അതായത് ദുഃഖവും സുഖമൊക്കെ ഒരുപോലെ കരുതുന്ന ആളാണ്. അങ്ങനെ എല്ലാറ്റിനെയും ഒരുപോലെ കരുതുന്ന, ഈക്വലായിട്ട് കാണുന്ന, ദുഃഖം വന്നാലും സുഖം വന്നാലും ഒരുപോലെ തന്നെ കരുതുന്ന ആൾ സ്വർഗപ്രാപ്തിക്ക് അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. അപ്പം നീയും അങ്ങനെയുള്ള ഒരു ധീരനല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് വീണ്ടും ചോദിക്കുകയാണ്. രണ്ടും സമമായിട്ട് കാണണം. നമ്മളുടെ ജനനമുണ്ട്, മരണമുണ്ട്. അത് ശരീരത്തിനുണ്ടാവുന്നതാണ്. മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാവുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ ശീതോഷ്ണങ്ങൾ, തണുപ്പ്, ഉഷ്ണം, ഇതെല്ലാം എന്ത് വന്നാലും അതെല്ലാം സുഖദുഃഖങ്ങളും എല്ലാം ഒരുപോലെ കരുതുന്നവനാവണം. അങ്ങനെയുള്ള ഒരു പുരുഷനെ ന വ്യഥയന്തിഹി, ഒന്നും ദുഃഖിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾ സ അമൃത ത്വായ കൽപ്പതേ, അവൻ ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യനായിട്ട് ഇരിക്കുന്നു.
അതുകൊണ്ട് ഹേ അർജുന, നീ നിൻ്റെ ദുഃഖമൊക്കെ വെടിഞ്ഞ് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോളൂ എന്നുള്ള ഉപദേശം കൊടുക്കുകയാണ്. 16-ാമത്തെ ശ്ലോകം. നാസദോ വിദ്യതേ ഭാവ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്ത ത്വനയോസ്തത്വദർശിഭി. അസതഃ ഭാവഃ. അസതഃ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, ഭാവം ഉണ്മ ഉണ്ട് എന്നുള്ള അവസ്ഥ. ന വിദ്യതേ ഉണ്ടാവുന്നില്ല. ഇല്ലാത്തത് തന്നെയാണ്, അതിന് ഉണ്ട് എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. ഇനി സതഃ അഭാവഃ, ഉള്ളതിന് ഇല്ലായ്മയും ഉണ്ടാവുന്നില്ല. ന വിദ്യതേ. അനയോഹോ ഉഭയോഹോ അഭി. അന്തഃ തു സത്തിൻ്റെ, അതായത് രണ്ടിൻ്റെയും, സത്തിൻ്റെയും അസത്തിൻ്റെയും പരമാർത്ഥസ്ഥിതി തത്വദർശിഭിഹി ദൃഷ്ടഃ, തത്വദർശികളാൽ അറിയപ്പെട്ടിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് തന്നെയാണ്, ഉള്ളത് എപ്പോഴും ഉള്ളത് തന്നെയാണ്. അത് ഉണ്ടെന്നുള്ള ഭാവം ഇല്ലാത്തവർക്കില്ല. ഇല്ലാത്ത സാധനങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ഭാവം ഇല്ല. ഇപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നശിച്ചു പോകുന്നു, അതിന് ഒരു സ്ഥിരതയില്ല, അസ്തിത്വമില്ല. ഏതിൽ നിന്നോ ശരീരമുണ്ടായി നശിച്ചു പോകുന്നു. അതുപോലെ തന്നെ പല സാധനങ്ങളും എന്തിൽ നിന്നോ ഉണ്ടാക്കിയതാണ്. ആ വസ്തുക്കൾ നശിക്കുമ്പോൾ അത് ഏതെന്നോ ഉണ്ടായി, അതിന് നാശം നിർബന്ധമാണ്. നാശം എന്തായാലും ഉണ്ടാവും. നമുക്കതിനെ നശിക്കില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അപ്പം അത് ഉള്ളതാണെന്ന് ബുദ്ധിയുള്ള ആൾക്കാരും പറയില്ല എന്ന്. എപ്പോൾ വേണമെങ്കിലും അതില്ലാണ്ടാവാം. നമ്മളും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഈ നിമിഷം ജീവിച്ചിരിക്കുന്നു, അടുത്ത നിമിഷം നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരം ചിലപ്പോൾ ഒരു ജഡമായിട്ട് മാറും. ആർക്കും ഊഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും അത് നശിച്ചു പോവാം. അതുകൊണ്ട് ആ ജഡവസ്തുക്കൾക്ക് ഉണ്ട് എന്നുള്ളൊരു ഭാവം ഇല്ല. ഇനി ഇല്ലാത്ത വസ്തുക്കളോ ഉള്ള വസ്തുക്കളോ, അത് ഇല്ലാത്തത് ഉണ്ടാവില്ല. ഉള്ള വസ്തുക്കൾ എപ്പോഴും ഉള്ളത് തന്നെയാണ്. എന്താണ് ഉള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്? നമ്മളുടെ ശരീരം നശിച്ചു കഴിഞ്ഞാലും അവിടെ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ബാക്കി വരുന്നത് എന്താണ്? ആത്മാവ്. അപ്പോൾ ആത്മാവിന് നാശമില്ല, അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഒന്നിനെയും ആശ്രയിച്ചിട്ടല്ല അത് നിലനിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ നശിക്കുന്ന വസ്തുക്കൾ നശിക്കുന്നതാണെന്നും നിലനിൽക്കുന്ന വസ്തുക്കൾ നിലനിൽക്കുന്നതാണെന്നും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു ആഭരണം പണിയുകയാണെങ്കിൽ, ഇപ്പോൾ സ്വർണം കൊണ്ടൊരു വള പണിയുകയാണെങ്കിൽ, സ്വർണം എന്നുള്ള ലോഹത്തിന് നിലനിൽക്കാൻ ഒരു വള ആവശ്യമില്ല. പക്ഷേ സ്വർണം കൊണ്ട് വളയുണ്ടാക്കുമ്പോൾ വളയ്ക്ക് നിലനിൽക്കാൻ സ്വർണം ആവശ്യമാണ്. അപ്പോൾ ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നു, മറ്റേതിന് ആശ്രയമില്ല. ആശ്രയമില്ലാത്ത വസ്തുക്കളാണ് എന്നെന്നും നിലനിൽക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ്, നമ്മൾക്ക് എന്താണ് നമ്മൾ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് നശിച്ചു പോകുന്നത് എന്നുള്ളത് തീരുമാനിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക അതിനെ പറ്റിയിട്ട്. നമ്മുടെ ശരീരം എന്തായാലും ഒരു കാലത്ത് നശിച്ചു പോയേ പറ്റുള്ളൂ. അപ്പോൾ ഒരു മരണം സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമാണ് അവിടെ പോകുന്നുള്ളൂ, ആത്മാവിന് മരണം സംഭവിക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ വിവരമുള്ളവർ, തത്വദർശികളാൽ അറിയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. നാസദോ വിദ്യതേ ഭാവ നാ ഭാവോ വിദ്യതേ സദാ എന്നാണ് മലയാളം. ഇല്ലാത്തതിനില്ല ഉണ്മ, ഉള്ളതൊന്നും നശിച്ചിട. രണ്ടിനും അറ്റം കണ്ടെത്തും പണ്ഡിതർ തത്വദർശികൾ. അവർ ഏതൊക്കെയാണ് നശിക്കുന്ന സാധനങ്ങൾ, ഏതൊക്കെയാണ് നശിക്കാത്ത സാധനങ്ങൾ എന്നെല്ലാം പഠിച്ച് അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും കൂടെ ചെയ്താൽ മതി. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അത് തന്നെ ഓർക്കുക. അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല. എല്ലാ ദിവസവും പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ഇതേ സെൻറ്റൻസ് തന്നെ ഉപയോഗിക്കാറുണ്ടല്ലേ. അടുത്ത നിമിഷം, നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല. അപ്പോൾ നമ്മളുടെ അഹങ്കാരം, ഞാൻ നാളെ അത് ചെയ്യും, ഞാൻ നാളെ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആവും, മറ്റന്നാൾ എനിക്ക് ഇങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്.
ചിന്തിച്ചു കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അടുത്ത നിമിഷം നമ്മളില്ലെങ്കിൽ പിന്നെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും ഒന്ന് ഈശ്വരനെ ഓർക്കുക, എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. കാരണം എല്ലാം നമ്മളവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാനിലൊന്ന് നന്നായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്നും വരില്ല, നമ്മളിപ്പോൾ തന്നെ ഇല്ലാണ്ട് ആവില്ല എന്നുള്ള ബോധത്തോടെ. കാരണം ഞാൻ ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ട്, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. അത്രയ്ക്കും കഠിനമായിട്ട് നമ്മൾ ആശ്രയിക്കണം കേട്ടോ. അല്ലാണ്ട് വെറുതെ ഞാൻ സന്ധ്യയ്ക്ക് പോയിരുന്ന് നമശിവായ ചൊല്ലി ഞാൻ ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ കാര്യമില്ല. അത്രയ്ക്കും നമ്മളുടെ ഉള്ളു ചുട്ട് നമ്മൾ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് കേൾക്കാതിരിക്കില്ല ആണ്. അപ്പം നശിച്ചു പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നീ വെറുതെ വിഷമിക്കേണ്ട. നാശമില്ലാത്തത് അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ പുനർജന്മം അല്ലെങ്കിൽ അത് വേറൊരു ശരീരം തേടി പോകുന്നത്. ഇതൊരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു തത്വമാണ്. അത് മനസ്സിലാക്കൂ അർജുന എന്നാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 16 ശ്ലോകങ്ങളാണ് ചൊല്ലിയിരിക്കുന്നത്. അടുത്ത ദിവസം 17ാമത്തെ. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.